ഇതിന്റെ അകത്തൊന്ന് എത്തിപ്പെടാൻ മാത്രമേ അറിയാവൂ. എന്റെ ഈശ്വര, രണ്ടാൾക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് സംസാരിച്ചിട്ട് പോകാൻ നോക്ക്. 5 മിനിറ്റ് സമയം തരാം. ഒരു 10 മിനിറ്റ് അല്ല, ഒരു 8, 7, 6 വേണ്ട, 5 തന്നെ മതി. ശരി, എന്നാ ഞാൻ പോട്ടെ. ലത ഇവിടെ നിന്നോളൂ. അയ്യടാ, അത് വേണ്ട, ഞാൻ സെക്യൂരിറ്റി ആയിട്ട് പുറത്ത് നിന്നോളാം. അതെ പോലെ ഇതോടെ കൊണ്ടുപോയിക്കോളൂ. എന്താ സന്ധ്യ ഇത്? ഈ കണ്ണീര് കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? സാബു എല്ലാം തമാശയായിട്ട് എടുത്തിരിക്കുന്നത്. തമാശയോ? സന്ധ്യ എന്താ അങ്ങനെ പറഞ്ഞത്? സാബു കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. സാബു വിളിച്ച എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാ. എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സന്ധ്യയ്ക്ക് അറിയാമല്ലോ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. എല്ലാവരുടെ ആശീർവാദത്തോടു കൂടി നമ്മൾ വിവാഹിതരാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ചായിരിക്കും നമ്മുടെ കല്യാണം. അയ്യോ, ആരോ വരുന്നുണ്ട്. ഈ ഉപ്പുമാവ് ഉണക്കാത്തിന്ന് എനിക്ക് മടുത്തൂലേ. നാളെ മുതൽ ഇഡലിയും ദോശയും വേണമെന്ന് നമുക്ക് വാർഡിനോട് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് മാറാം. ഇവിടെ വിസിറ്റേഴ്സിന് വരാൻ കൂടി സൗകര്യമില്ല. എക്സ്ക്യൂസ് മീ. അയ്യോ, മിമിക്രി നമ്പറൊന്നും വേണ്ട, വേറെ ആരും വരില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, ഈ കാൽപെരുമാറ്റം കേട്ടപ്പോ ഞാൻ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചൊരു മിമിക്രി നമ്പർ ഇട്ട് നോക്കിയത്. നടക്കട്ടെ നടക്കട്ടെ. കേട്ടില്ലല്ലേ? അടുത്തിരുന്നു. ലത നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? അയ്യോ അമ്മ, അയ്യോ അമ്മ വരുന്നു. വരാൻ പറയൂ. എന്റെ അമ്മേ. സാബിന്റെ അമ്മയല്ലേ? എന്റെ അമ്മ. ആരുടെ അമ്മയെന്താണ്? ഞാനിപ്പോ ബാത്റൂമിൽ വിളിക്കാം. ബാത്റൂമില്ല. പുറത്തോട്ട് പോവാം. എന്ത് ചെയ്യും? നമ്മൾ എവിടെ കെട്ടി തൂങ്ങുന്നു? ശരി, ഇവിടെ കിടക്കാം. ഇവിടെ കിടന്ന് അമ്മ കാണൂല്ലേ? അയ്യോ, താഴത്ത് വിളിക്കാം. അയ്യോ അമ്മേ, സന്ധ്യ ഉണ്ടായിരുന്നു ഇവിടെ. എപ്പോ വന്നു? അത് ഞാൻ ഇപ്പൊ വന്നേള്ളൂ. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ മോളെ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഞാൻ ഇന്ന് അമ്മയുടെ കാര്യം ഓർമ്മിച്ചതേ ഉള്ളൂ. ഞാൻ സന്ധ്യയോടും പറഞ്ഞു. അല്ലേ സന്ധ്യ? അതെ. എന്തൊരു ചൂടാ. കോഴിക്കോടേക്കാൾ എറണാകുളത്ത് ചൂട് കൂടുതലാ അല്ലേ മോളെ? അതെ അതെ. അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? ഞാൻ ഓഫീസ് ആവശ്യത്തിന് ഇവിടെ വരെ വന്നതാ. അപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. നന്നായി. അമ്മ മദറിനെ കണ്ടോ? ഇല്ല മോളെ, കുറച്ച് കഴിയട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കേ. അയ്യോ, മദർ ഇപ്പൊ വെളിയിൽ പോവും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് മദർ എപ്പോഴും പറയും. വാ അമ്മേ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ ചോദിച്ചു അമ്മ എപ്പോഴാ വരുന്നേന്ന്. വാ അമ്മേ. ഓ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. നീ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ഇപ്പൊ വരാം. ഏതായാലും പോലെ ഒന്നും പറയണ്ട, പോയത് പോകാൻ. എനിക്കറിയാൻ തുറക്കും. എല്ലാവരും ഒന്ന് വേഗം റെഡിയാവാൻ നോക്ക്. ഇങ്ങനെ പോയി 5 കളി പോയിട്ട് ഒരു കളി കളിക്കാൻ നോക്കില്ല. എന്റെ ചേട്ടാ, തുടക്കം തന്നെ 5 കളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ തന്നെയല്ലേ എന്റെ അടുത്ത് 5 കളി കളിച്ചോളാം എന്ന് പറഞ്ഞത്? പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ പൊന്നു മക്കളൊന്ന് റെഡിയാവാൻ നോക്ക്. ഞാൻ പോയി അനൗൺസ് ചെയ്യും. അയ്യോ ചേട്ടാ, ഈ അനൗൺസ്മെന്റ് ഒക്കെ ഞങ്ങൾ ആരെങ്കിലും ചെയ്താൽ പോരെ? അതെന്താ ഞാൻ പറഞ്ഞ കേക്കിൽ? അല്ല, അത് ചേട്ടാ, നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ല ശബ്ദത്തിൽ പറഞ്ഞാലേ ഈ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റൂ. എടോ, ഞാൻ ഈ സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ കം മാനേജറാണ്. അനൗൺസ്മെന്റ് എന്നെ ആരും പഠിപ്പിക്കണ്ട. 5 കൊല്ലം ഞാനായിരുന്നു അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ്? ആ,
അതിന് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾക്ക് വേണ്ടി. അതെന്ത് സാധനം ഏട്ടാ? ലോട്ടറി ടിക്കറ്റ്. എന്നാ ചേട്ടൻ തന്നെ അനൗൺസ് ചെയ്യും. ഇവിടെ സത്യത്തെ അയാൾ ഒരു അലമ്പന. ആ ഡ്രസ് കണ്ടില്ലേ? ഇന്നലെ വരെ കീറി മുണ്ടും ജുബ്ബ ഇട്ടോ നടന്നതാ. അയാളുടെ വളരെ നിൽക്കുന്ന ട്രൗസർ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് ചുമ്മാതിരിക്കേ. എങ്ങനെയെങ്കിലും കുറച്ച് പരിപാടി പിടിക്കാൻ നോക്ക്. എന്നിട്ട് വെച്ചു കൊടുക്കാൻ വേല എന്തെങ്കിലൊക്കെ ചെയ്യും. പ്രിയപ്പെട്ട നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മരുമക്കളെ, ഇന്നാണ് 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 നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സുദിനം ഇന്നാണ്. ലോട്ടറിയുടെ അനൗൺസ്മെന്റ് കേട്ടാ? കൊച്ചിയുടെ എന്തെങ്കിലും ആവട്ടെ. ഇങ്ങനെ പോയാ ഒരു ദിവസം 5 കളി വെച്ച് കളിച്ചു തന്നെ. രൂപം കൊള്ളുന്നു യുവദർശനയുടെ പരിപാടി ആസ്വദിക്കാൻ പുറത്തു നിൽക്കുന്ന മഹാന്മാരും മഹതിമാരും അശേഷം മടിക്കാതെ അകത്തേക്ക് വരിക, അകത്തേക്ക് വരിക, അകത്തേക്ക് വരിക. വേണ്ട, പ്രോഗ്രാം തുടങ്ങിയെന്നാ തോന്നുന്നത്. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല ഓഡിയൻസ് ഉള്ള ലക്ഷണമാണ് കാണുന്നത്. ചിലപ്പോ പ്രോഗ്രാം കഴിഞ്ഞാണോ? അങ്ങനെ പിന്നെ കൂലി കേൾക്കണ്ടേ? സംഗീത കച്ചേരി കേൾക്കാത്തവർ നമുക്കിടയിൽ ചുരുക്കമായിരിക്കും. വാദ്യോപകരണങ്ങളില്ലാതെ വാദ്യോപകരണങ്ങളുടെ ശബ്ദം നൽകി ഒരു സംഗീത കച്ചേരി ഞങ്ങളിവിടെ അവതരിപ്പിക്കാം. വാദാപി ഗണപതിം ഭജേ വാദാപി ഗണപതിം ഭജേ വാദാപി ഗണപതിം ഭജേ വാരണ പരം സേ പദേ ഭജേ കലാദർശനം പൊളിക്കുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. അനുഭവിക്കട്ടെ. അവന്റെ ഒരു യുവദർശനം. നമുക്ക് അത് ശരിയല്ല. ജിമ്മി വരട്ടെ, അവനൊന്ന് കണ്ടിട്ട് പോവാം. ഒറ്റ പൈസ ഇല്ല. ഞങ്ങൾക്ക് എത്ര രൂപ നഷ്ടം? എത്ര കസേരയാ ഓടിച്ചത്? അതിന്റെ വില ആര് തരും? അതെ, നിങ്ങളുടെ നാടിന്റെ സംസ്കാരം അവര് കാണിച്ചത്. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അവരെ അടക്കി നിർത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാ. ഈ കുറുക്കന്റെ മക്കൾക്ക് ടിക്കറ്റും കൊടുത്ത് അകത്ത് കയറ്റിയിട്ട് കൂവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. തർക്കിച്ചു വെക്കാനൊന്നും സമയമില്ല. നിങ്ങൾ ആ കാശ് കൊണ്ട് കൊടുത്തേ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പകുതി എമൗണ്ട് വേണമെങ്കിൽ തരാം. സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. അത് പറ്റില്ല. കന്നി കളിക്ക് മുഴുവൻ കാശും കിട്ടിയില്ലെങ്കിൽ ചെല്ലുന്ന സ്ഥലത്ത് എല്ലാം ഇതായിരിക്കും അനുഭവം. എന്തിനാടാ ജിമ്മി? നമ്മുടെ പേരും കൂടെ നീ കളയല്ല. അവരുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് പോകാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞങ്ങൾ അവരുടെ പരിപാടി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയതാണ് അച്ഛോ. എന്തിനാ? പ്രോഗ്രാം ബുക്ക് ചെയ്യാനോ? നിങ്ങൾ അവിടെ പോയതാ എല്ലാ കുഴപ്പത്തിനും കാരണം. നാട്ടുകാരാണ് കൂവിയെങ്കിലും പേര് വന്ന് നിങ്ങൾക്കല്ലേ. ഇനിയിപ്പോ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് അവന്മാർ വന്ന് കൂവും. ദൈവം സഹായിച്ച് നമ്മുടെ പ്രോഗ്രാമിന് കൂവാൻ അവന്മാരുടെ സഹായം ആവശ്യമില്ല. വേറെ എത്രയോ പേരുണ്ട്. നിന്നെ ഞാൻ കൈയടിക്കാൻ. ഓ എന്റെ ദൈവം. കലാദർശനോട് സാമ്യമുള്ള യുവദർശന എന്ന പേര് അവന്മാരിട്ടത് മനഃപൂർവ്വമല്ലേ?
യുവദർശന എന്നുള്ള പേരിട്ടത് കൊണ്ട് അവർക്ക് കൂടുതൽ ബുക്കിംഗ് കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് വിരിച്ചത് നമുക്ക് കിട്ടും. അതിടക്കിടക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ ആരും വഴക്കിനും വയ്യാവലിക്കും ഒന്നും പോണ്ട. എല്ലാവരും ഒന്ന് പോ പോ ഓ ഒന്ന് പോടാ. എന്റെ ദൈവമേ. അച്ചോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ്സില് കുറച്ച് വിഷം കലക്കി കൊണ്ടുപോവാ, ഞാൻ കുടിക്കാം. പോടാ.